സുരക്ഷാ സേന കണ്ടിട്ട് തന്നെ പേടിയുണ്ട്. അമ്മ തിരക്കിട്ട് ഒരാൾക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ്. ആളാരാന്നല്ലേ കണ്ടോളിട്ടോ. ഓരോ ആചാരങ്ങൾ. ഇന്നേക്ക് അച്ഛൻ ഞങ്ങളെ വിട്ടു പോയിട്ട് 10 വർഷമായിട്ടോ. അപ്പോൾ അച്ഛൻ്റെ ആണ്ടുബലി അതുപോലെ കർക്കിടക ബലിയും കൂടെ ഒരുമിച്ചാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഈ ഒരു നല്ല ദിവസത്തിൽ അച്ഛന് ബലിയിടാൻ പറ്റുമെന്ന് പറഞ്ഞത് ഒരു നല്ല കാര്യം തന്നെയല്ലേ. അച്ഛൻ്റെ 6 മക്കളും ഒരുമിച്ചിടണം എന്നാണ് ആഗ്രഹം. പക്ഷെ അത് നടന്നിട്ടില്ല. അനിയത്തി അമ്മൂനും പോരാൻ പറ്റിയിട്ടില്ല. അതുപോലെ ചേച്ചിക്ക് ഏട്ടനൊന്നും പോരാൻ പറ്റില്ല. ഏട്ടനും പനി, അമ്മൂനും പനി, ചേച്ചിക്ക് പിന്നെ പറ്റാതെ ആയിട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ 4 ആളും കൂടെയാണ് പോണത്. അമ്മ, ഞാൻ, അതുപോലെ അനിയന്മാർ 2 ആളും കൂടെയാണ് പോണത്. നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ 2 മണിക്കൊക്കെ തുടങ്ങി അത്ര ബലിയിടൽ. നല്ല തിരക്കാണ്. എപ്പോൾ പോരും എന്നറിയില്ല, അത്രയ്ക്കും തിരക്കാണ്. ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോഴേക്ക് ഒരു 5:30 ആയിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇവിടേക്ക് തന്നെ വരൽ ബലിയിടാൻ. അപ്പോൾ അങ്ങനെ ഈ കർക്കിടക ബലീൻ്റെ ആ ഒരു ടൈമിലല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. വേഗം പോരലുണ്ട്. 2ാമത്തെ ട്രിപ്പിൽ തന്നെ പോരലുണ്ട്. ഇപ്രാവശ്യം 2ഉം കൂടെ ഒരുമിച്ചായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കായി എന്നുള്ളൂ. അപ്പോൾ അനിയനൊക്കെ എന്താ തിരക്ക്, ഇങ്ങനെയൊന്നും ആവുമെന്ന് കരുതുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അവനൊക്കെ ബലിയിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ പണിക്കോ പോകണം എന്നുള്ള പ്ലാനിൽ നിൽക്കുന്നു. അപ്പം അങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് പോരാൻ പറ്റൂലോ, നല്ല തിരക്കാണോ, അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. നല്ലൊരു അമ്പലമാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ്. ശിവൻ്റെ ഭൂതഗണങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു അമ്പലമാണ് ഇത്. കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ പറയണില്ല ഞാൻ. അപ്പോൾ നല്ല സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. പുഴയ്ക്കാണെങ്കിൽ നല്ല ഒഴുക്ക്. ഞാനൊക്കെ കയറിൽ പിടിച്ചിട്ടാണ് മുങ്ങിയത്. നല്ല ഒഴുക്കാണ്. കാണുമ്പോൾ നമ്മൾ ഒഴുക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കാലിട്ട് വെച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ എൻ്റെ ദൈവേ, ഒരു പോക്കട് പോയിട്ടുണ്ട്. അങ്ങനെ ബലിയിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തേജുട്ടൻ പറഞ്ഞു എനിക്ക് വിശക്കണോ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് അതിൽ പോയിട്ട് പൊടണീൻ്റെ ഇല പറിക്കാണ്ട് നമുക്ക് എന്തെങ്കിലും ഇലയാട് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകാൻ തന്നെ അങ്ങനെ തെണ്ടിയെടുക്കാന്ന് വലിയ കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ 2 ആളും കൂടെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം ഓന്. അപ്പം പറയണം അമ്മ ഇതൊക്കെ പന്നി കുത്തിയതാണോ ചോദിക്കുന്നില്ല. അപ്പം പന്നി കുത്തി മറിച്ചിട്ട് തന്നെയാണ് കാരണം. ഇവിടെയൊക്കെ നിറയെ റബ്ബർ ചെയ്യുന്നു കേട്ടോ. അതൊക്കെ മുറിച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വിറക് വലിച്ചിട്ടിയതാണ്. അപ്പോൾ വിറക് വലിച്ച് ഉണ്ടാക്കിയ ടൈമിൽ അമ്മ പറഞ്ഞിരുന്നു അമ്മ മേലത്തെ റബ്ബറൊക്കെ മുറിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ കുറേ വർഗവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒതുക്കി വെക്കണം എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ ഈ മഴ കാരണം ഒന്നിനും പറ്റിയിട്ടില്ല. എന്തെങ്കിലും ഒരു സഹായം അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കുക പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. പക്ഷെ അത് നടന്നില്ല. നല്ല മഴ ആയതുകൊണ്ട് ഒന്നിനും പറ്റിയിട്ടില്ല. അപ്പോൾ ഓനോട് ഇങ്ങനെ പറയുകയാണ് ഇതാണ് പന്നി കുത്തി മറിച്ചിട്ട സ്ഥലമാണ്, അങ്ങനെ ഇങ്ങനെ വെറുതെ കെട്ടിയ ആൾക്കാരൊക്കെ പന്നി കുത്തുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കുകയാണ് ഞാൻ. ഈ ഒരു സ്ഥലത്താണ് കേട്ടോ അച്ഛന് ഞങ്ങളെ വീടൊക്കെ വയ്ക്കാറില്ല കല്ലൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്തത് ഈ ഒരു ഭാഗത്തായിരുന്നു. ഇപ്പോൾ ഇനിയിത് റബ്ബറൊക്കെ മുറിച്ച് ഇനിയിവിടെ ഒരു കോറിയായിട്ട് വരികയാണ്. അപ്പോൾ റബ്ബർ മുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിവിടെ കോറിയാവും. നല്ല രസമുണ്ട് ഇവിടുന്ന് ഇങ്ങനെ കാണാനുള്ള സ്ഥലങ്ങൾ. ഞാനൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ റോക്കിക്കുട്ടൻ വരുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ നിന്നപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു. ഇതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഞങ്ങൾ വീട്. അപ്പോൾ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു റോക്കീനെ വിടിയോ പറഞ്ഞു. അപ്പം അങ്ങനെ റോക്കീനെ വിടുകയാണ്. അപ്പോൾ ഞാൻ ഭാഗം കാണാം കേട്ടോ. വരുന്നുണ്ട് പോര് തെങ്ങയ്യേ വാ വാ. അപ്പട് കൊഞ്ഞാട്ടു വിട്ടലാ കയറുമെന്ന് വിട്ടലാ. തേജിട്ടിനോട് കയറുമെന്ന് വിടാൻ പറഞ്ഞാൽ കേൾക്കൂല കേട്ടോ. ഓനും അവൻ്റെ വിചാരം അത് ആടുംകുട്ടിയാണ്. ഇത് അങ്ങനെ കൊണ്ടുനടക്കും. അപ്പോൾ അതിനിങ്ങനെ കൊണ്ടുനടക്കും. അപ്പം ഞാൻ പറയാം അത് ആടുംകുട്ടിയല്ല കയറുമെന്ന് വിടും. അപ്പം പറയണേ ഇത് ആടുംകുട്ടിയല്ല റോക്കിക്കുട്ടനാണ് കയറുമെന്ന് വിടുന്ന പറഞ്ഞപ്പം പറയണേ കയറുമെന്ന് വിട്ടവൻ പോവുള്ളൂ. അങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നു കേട്ടോ. അങ്ങനെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഒരു 3 മണി 3:30 ആയപ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒരാൾ ഒച്ച ഉണ്ടാക്കണം. അപ്പോൾ അനിയൻ പറഞ്ഞു അമ്മേനോട് അമ്മ നിങ്ങളാൾ വന്നിട്ടുണ്ട് പറഞ്ഞു.
ആളാരാണെന്നല്ലേ കാണിച്ചു തരാം. ഇതിന് മുൻപൊക്കെ വന്നിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ല കാടായതുകൊണ്ടേ അങ്ങനെ ഇങ്ങോട്ട് വരലില്ല. ഇപ്പോൾ രണ്ടാമത് വരവ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അമ്മ അങ്ങനെ ചോർക്ക് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഞാനങ്ങനെ ആൾ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ചെന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ വേറെ ആരുമല്ല, നമ്മളെ മയിലാണ് കേട്ടോ. അപ്പോൾ അമ്മനെ വന്നിങ്ങനെ വിളിക്കും. അപ്പോൾ ഇന്നലെയൊക്കെ വന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് ഈ തേക്ക് നിൽക്കണ ഭാഗത്ത് വരെ വന്ന് ഒച്ച ഉണ്ടാക്കും. അപ്പോൾ അമ്മ അറിയാം, ഓ അമ്മേൻ്റെ അപ്പോൾ അമ്മ അറിയാം, ഓ എൻ്റെ ആൾ വന്നിട്ടുണ്ട്, എൻ്റെ കുട്ടി വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ അമ്മ ചോറൊക്കെ കൊണ്ടു കൊടുക്കണം പണിയാണ് അമ്മയ്ക്ക്. ചോറൊക്കെ കൊണ്ടു കൊടുത്ത് പോരുക. അമ്മ ചെല്ലുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളൊക്കെ ചെല്ലുകയാണെങ്കിൽ ചോറ് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ പോകും കേട്ടോ. അമ്മ കൊണ്ടു കൊടുക്കൊണ്ട് പോകുമൊന്നുമില്ല. അവിടെ ഇരുന്ന് തിന്ന് പേടിയില്ലാതെ കഴിച്ചിട്ട് പോകും. അപ്പം ഞാനത് മെല്ലെ പതുങ്ങിന്ന് വീഡിയോ എടുക്കും. അപ്പം അമ്മ പറഞ്ഞു അപ്പുറത്തേക്ക് പോയി നോക്കുക, അപ്പം ശരിക്കും കാണുന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞ അമ്മേനോട് പോവുമോ, ഞാൻ ചെന്നാൽ പോകുമോ ചോദിച്ചു. അങ്ങനെ പോകുമൊന്നുമില്ല, ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കാഴ്ച നല്ല രസമാണല്ലേ കാണാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനെ മയിലിന് അതുപോലെ നമ്മൾ ഞാനൊക്കെ അധികം കാക്ക പൂച്ച അങ്ങനെയൊക്കെ കൊടുക്കലും. മയിലിനൊക്കെ ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്, ഇങ്ങനെ കാണുന്നതും. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇങ്ങനെയൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെ. പക്ഷേ മയിലുകൾ കൂടുതൽ വളരാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അത് സത്യമാണോന്ന് അറിയില്ല. അപ്പം അങ്ങനത്തെ അത് നല്ലതല്ല മയിലുകൾ കൂടുതൽ ഉണ്ടാവുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ, അതെന്താണ് എന്നുള്ളത്. അതിനെക്കുറിച്ച് എനിക്ക് നല്ല ഐഡിയ ഒന്നുമില്ല. അങ്ങനെ പറയണ കേൾക്കാം. മയിലുകൾ കൂടുതൽ പെരുകിയാൽ ഭൂമിക്ക് ദോഷമാണ്, ലോകാവസാനമാണ്, അങ്ങനെയൊക്കെ തോന്നുന്നു പറയുന്നത് കേട്ടത്. സത്യമാണോ നുണയാണോ ഒന്നും വലിയ ഐഡിയ ഇല്ല. എന്തായാലും ഇവയെ കാണുന്നതും അതുപോലെ ഫുഡ് കൊടുക്കുന്നതൊക്കെ കാണുന്നത് നല്ല രസമാണ്. അപ്പം ഇനി ഒരു ടീമായിട്ട് വരും. പിന്നെ വൈകുന്നേരം ആയിട്ടോ, പിന്നെ ഞങ്ങൾ അച്ഛനുള്ള കുറച്ച് കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യലായി. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. രാത്രി മക്കളെല്ലാവരും കൂടെ കൂടിയിട്ട് അച്ഛനൊന്ന് ചോറും അതുപോലെ കുറച്ച് മദ്യമൊക്കെ വെച്ച് സങ്കല്പിക്കുക. അപ്പം അങ്ങനെ ഒരു ആചാരം കൂടെ ഉണ്ട്.